you might be battling with your exams. അതെ, ഇന്ന് നിങ്ങൾ പരീക്ഷയോട് യുദ്ധം ചെയ്യുകയായിരിക്കാം. Battling with sicknesses destroying your body. നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രോഗങ്ങളോട് നിങ്ങൾ പോരാടുകയായിരിക്കാം. Battling with closed doors in your life, not able to see any light ahead. ജീവിതത്തിൽ മുന്നിലുള്ള വെളിച്ചം കാണാതവണ്ണം നിങ്ങൾക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലുകളോട് നിങ്ങൾ പോരാടുകയായിരിക്കാം. Battling with problems and troubles coming against. നിങ്ങൾക്കെതിരായി വരുന്ന പ്രശ്നങ്ങളോടും കഷ്ടങ്ങളോടും നിങ്ങൾ പോരാടുകയായിരിക്കാം. Just rejoice in Him. നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. Just rejoice in Him. നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. When problems come in great floods, in a great wind, praise Him more, my friends. വെള്ളപ്പൊക്കം പോലെ കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായി കർത്താവിനെ സ്തുതിക്കുവിൻ. We will only say Jesus. നമ്മൾ യേശു എന്ന് മാത്രം വിളിച്ചു പറയും. Your battle will be delivered completely into your hand. നിങ്ങളുടെ യുദ്ധം നിങ്ങളുടെ കൈകളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കപ്പെടും. Stand still and see this deliverance and this victory God is giving you. മിണ്ടാതിരുന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിജയം, വിടുതൽ കണ്ടുകൊള്ളുവിൻ. My friends, എന്റെ സ്നേഹിതന്മാരെ, today Jesus is here to give you a joyous, rejoicing spirit. ഇന്ന് നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ, ആനന്ദം നിറഞ്ഞ ഒരു ആത്മാവിനെ നൽകുവാൻ യേശു ഇവിടെയുണ്ട്. From this day you will keep on rejoicing in Jesus. ഇന്നു മുതൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കും. As Philippians 4:4 says, rejoice in the Lord always. ഫിലിപ്പിയർ 4:4 പറയുന്നത് പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. And again I say rejoice. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. Many of you might have lost this joyous presence of Jesus. നിങ്ങളിൽ അനേകർക്ക് യേശുവിന്റെ സന്തോഷ നിർഭരമായ ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കാം. That's why the Lord says tonight, അതുകൊണ്ടാണ് ഇന്ന് രാത്രി കർത്താവ് ഇങ്ങനെ പറയുന്നത്. again I say rejoice. കർത്താവിൽ സന്തോഷിപ്പിനെന്ന് പിന്നെയും ഞാൻ പറയുന്നു. Let my child rejoice one more time. എന്റെ കുഞ്ഞ് ഒരിക്കൽ കൂടി കർത്താവിൽ സന്തോഷിക്കട്ടെ. Again I say rejoice. പിന്നെയും ഞാൻ പറയുന്നു, സന്തോഷിപ്പിൻ. Come back to the joy of your Lord Jesus. നിങ്ങളുടെ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് തിരിച്ചു വരുവിൻ. We have come here to be rejoicing in the Lord always. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. Always rejoicing in our heart. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതിന്. No sad spirit. ഇനി ദുഃഖത്തിന്റെ ആത്മാവിനെ നമുക്ക് വേണ്ട. No disturbed spirit. അസ്വസ്ഥത ജനിപ്പിക്കുന്ന ആത്മാവിനെയും No വേണ്ട. frustrated spirit. നിരാശ ജനിപ്പിക്കുന്ന ആത്മാവിനെയും No വേണ്ട. angry spirit. കോപിക്കുന്ന ആത്മാവിനെയും നമുക്ക് വേണ്ട. Even now it's all going away. എപ്പോഴും അത്തരം ദുരാത്മാക്കളെല്ലാം വിട്ടുപോകുന്നു. As God gives you a rejoicing spirit tonight. കർത്താവ് ഇന്ന് സന്തോഷിക്കുന്ന ഒരു ആത്മാവിനെ നിങ്ങൾക്ക് നൽകുമ്പോൾ Be glad those who have come to see this loving Jesus. സ്നേഹവാനായ ഈ യേശുവിനെ കാണുവാൻ വന്നിരിക്കുന്ന എല്ലാവരും സന്തോഷിപ്പിൻ. God is giving you a heart of joy. ദൈവം നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഹൃദയം നൽകുവാൻ പോകുന്നു. When Jesus washes us with His blood, യേശു തന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ we become a new നമ്മൾ person. ഒരു പുതിയ വ്യക്തിയായി മാറുന്നു. All our old hearts leaves. നമ്മുടെ പഴയ ഹൃദയമെല്ലാം നമ്മെ വിട്ടു പോകുന്നു. Heart of man becomes filled with the love of God. മനുഷ്യന്റെ ഹൃദയം ദൈവ സ്നേഹത്താൽ നിറയപ്പെടുന്നു. And our heart is healed. നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം ലഭിക്കുന്നു. Being connected with the heart of Jesus. ഹൃദയം യേശുവിന്റെ ഹൃദയവുമായി ബന്ധം സ്ഥാപിക്കുന്നു. Yes, He's come to wash us with His precious blood spilled for us on the cross. അതേ, ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തിയ തന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശു വരുന്നു. Only that can bring the joy of Jesus, my friend. അതിനു മാത്രമേ നമ്മിലേക്ക് യേശുവിന്റെ സന്തോഷം കൊണ്ടുവരുവാൻ കഴിയൂ. Honor this blood of Jesus. യേശുവിന്റെ ഈ രക്തത്തെ നിങ്ങൾ Tell മാനിക്കുവിൻ. Him thank you, Lord. യേശുവിനോട് പറയുവിൻ, കർത്താവേ നന്ദി. My young friends, tell Him thank you, Lord. യുവജനങ്ങളെ, നിങ്ങൾ യേശുവിനോട് പറയുവിൻ, യേശുവേ നന്ദി. For I can find joy in my life through you. കാരണം എന്റെ ജീവിതത്തിൽ അങ്ങിലൂടെ എനിക്ക് സന്തോഷം കണ്ടെത്താനാകും. Joy is bubbling in our hearts tonight. ഇന്ന് സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്നു. God wants to fill you with His own joy. ദൈവം തന്റെ സ്വന്തം സന്തോഷത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. He is ready to fill you with His Holy Spirit tonight. തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. Ask for Him. അതിനുവേണ്ടി യാചിക്കുവിൻ. And when He fills us, we become a new creation. കർത്താവ് നമ്മെ നിറയ്ക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. There came a girl when I was praying in an individual prayer line for people.
ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ വരിയിൽ ഒരു പെൺകുട്ടി പ്രാർത്ഥനയ്ക്കായി വന്നു. And they said this girl is undergoing great depression. അവർ പറഞ്ഞു, ഈ പെൺകുട്ടി വലിയ നിരാശയിലൂടെ കടന്നു പോകുകയാണ്. She could not even lift her face was down. അവൾ എപ്പോഴും മുഖം താഴ്ത്തിയിരിക്കുന്നു. അവൾക്ക് തന്റെ മുഖം ഉയർത്തുവാൻ പോലും She was in കഴിയുന്നില്ല. deep sorrow. അവൾ ദുഃഖത്തിനാഴത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. But when I started to lay my hands and pray for this young girl, എന്നാൽ ഞാൻ എന്റെ കൈ അവളുടെ ശിരസിൽ വെച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ there തുടങ്ങിയപ്പോൾ came the Holy Spirit filling her and filling me also. പരിശുദ്ധാത്മാവ് അപ്പോൾ അവളെയും എന്നെയും അത്യധികമായി നിറച്ചു. And one more time I felt the mighty joy of the Lord. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ അത്യധികമായ സന്തോഷം എനിക്ക് അനുഭവിക്കാനായി. She began to rejoice looking above, അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് സന്തോഷിക്കുവാൻ ആരംഭിച്ചു. totally forgetting her depression, തന്റെ നിരാശയെല്ലാം മറന്നുകൊണ്ട് speaking to Jesus അവൾ യേശുവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. with a new language of joy. സന്തോഷത്തിന്റെ പുതിയ ഭാഷയിൽ. And I was filled with an overwhelming joy of the Lord. ഞാനും അത്യധികമായ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. Both of us rejoiced together. ഞങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് ആനന്ദിച്ചു. What a wonderful presence the presence of the Lord is. കർത്താവിന്റെ സാന്നിധ്യം എത്ര അത്ഭുതകരമായ സാന്നിധ്യമാണ്. You won't be able to contain his joy, my friends. എന്റെ സ്നേഹിതന്മാരെ, കർത്താവിന്റെ സന്തോഷം നിങ്ങൾക്ക് അടക്കി വെക്കാനാവില്ല. As in his presence there is fullness of joy. കാരണം കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ടല്ലോ. Yes, you have come to receive this spirit of rejoicing tonight. ആകയാൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ ആനന്ദത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ So വന്നിരിക്കുന്നു. get ready for it, my friend. ആകയാൽ അത് പ്രാപിക്കുവാൻ തയ്യാറാകുവിൻ. Open your heart and ask Jesus as we are speaking right now. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവിനോട് യാചിക്കുവിൻ. Where are you going to see this rejoicing in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആനന്ദം നിങ്ങൾ എവിടെയാണ് കണ്ടെത്തുവാൻ പോകുന്നത്? He is going to give a rejoicing spirit to fight and win your battle. ജീവിതത്തിൽ പോരാടി വിജയം വരിക്കുവാൻ കർത്താവ് ആനന്ദിക്കുന്ന ആത്മാവിനെ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു. Yes, tonight you might be battling with your exams. അതെ, ഇന്ന് നിങ്ങൾ പരീക്ഷയോട് യുദ്ധം ചെയ്യുകയായിരിക്കാം. Battling with sicknesses destroying your body. നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രോഗങ്ങളോട് നിങ്ങൾ പോരാടുകയായിരിക്കാം. Battling with closed doors in your life, not able to see any light ahead. ജീവിതത്തിൽ മുന്നിലുള്ള വെളിച്ചം കാണാതവണ്ണം നിങ്ങൾക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലുകളോട് നിങ്ങൾ പോരാടുകയായിരിക്കാം. Battling with problems and troubles coming against. നിങ്ങൾക്കെതിരായി വരുന്ന പ്രശ്നങ്ങളോടും കഷ്ടങ്ങളോടും നിങ്ങൾ പോരാടുകയായിരിക്കാം. The Lord is moved with compassion for you. കർത്താവ് നിങ്ങളോട് മനസ്സലിയുന്നു. In the midst of these battles, he gives you a rejoicing spirit. ഈ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ആനന്ദിക്കുന്ന ആത്മാവിനെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു. If you take a look at what happened in the city of Jericho in the Bible, വേദപുസ്തകത്തിൽ യെരിഹോ പട്ടണത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ there the Israelites go to fight a battle against them. അവിടെ ഇസ്രായേൽ മക്കൾ യെരിഹോവിനെതിരായി യുദ്ധം ചെയ്യുവാൻ പോകുന്നു. Jericho is a big and fortified city. യെരിഹോവിന് ചുറ്റും വൻ മതിലുണ്ടായിരുന്നു. അത് ഉറപ്പുള്ള ഒരു പട്ടണമായിരുന്നു. Strong walls, impossible to get through. പട്ടണത്തിന് ചുറ്റും ഉറപ്പുള്ള മതിലുണ്ടായിരുന്നു. മതിൽ തകർത്തകത്തേക്ക് പ്രവേശിക്കുവാൻ And they അസാധ്യമായിരുന്നു. had shut their walls. ഉറപ്പുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട ആ പട്ടണത്തിന്റെ വാതിൽ അവർ It അടച്ചു. was at that time the Lord spoke to Joshua, the leader of Israelites. ആ സമയത്താണ് ഇസ്രായേലിന്റെ നേതാവായിരുന്ന യോശുവയോട് ദൈവം സംസാരിച്ചത്. He said, Joshua, ദൈവം പറഞ്ഞു, യോശുവ, I have delivered Jericho in your hands. ഞാൻ യെരിഹോവിനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. That was the beginning of the battle for the Israelites. ഇസ്രായേൽ മക്കളുടെ യുദ്ധത്തിന്റെ ആരംഭം അതായിരുന്നു. The Lord already said, I have delivered the city of Jericho into your hands, Joshua. ദൈവം മുൻപുകൂട്ടി തന്നെ പറഞ്ഞു, യോശുവ, ഞാൻ യെരിഹോ പട്ടണത്തെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. That's what you hear when you look to the Lord. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. The Lord will say, I have delivered you from this trouble in your battle, my son, my daughter. കർത്താവ് പറയും, എന്റെ മകനെ, ഈ പ്രശ്നത്തിനെതിരായി നീ പോരാടുന്നു. ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. And he said, Joshua, കർത്താവ് പറഞ്ഞു, യോശുവ, march forward around the city. നിങ്ങൾ ആ പട്ടണത്തിന് നേരെ പുറപ്പെട്ട് ചെല്ലുവിൻ, പട്ടണത്തെ ചുറ്റി നടക്കുവിൻ. Yes, he didn't say, go and hide or
Go and panic before the city. നിങ്ങൾ ഒളിച്ചിരിക്കൂ, ആ പട്ടണത്തെ കാണുമ്പോൾ പരിഭ്രാന്തരാകൂ എന്നൊന്നും കർത്താവ് യോശുവയോട് പറഞ്ഞില്ല. He said, go and march around the city. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിന് നേരെ പുറപ്പെട്ട് ചെല്ലുവിൻ, പട്ടണത്തെ ചുറ്റി നടക്കുവിൻ. We too have to go and walk when the Lord speaks to us. കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മളും കർത്താവ് പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് നടക്കണം. Don't hide from your battle. നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചിരിക്കരുത്. Don't fear your battles. നിങ്ങൾ നിങ്ങളുടെ പോരാട്ടങ്ങളെ ഭയപ്പെടരുത്. But my friends, know that the Lord has delivered that battle in your hand. എന്നാൽ സ്നേഹിതന്മാരെ, ഒരു കാര്യം നിങ്ങൾ അറിയുവിൻ, ആ പോരാട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് വിജയം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. And He is with you. കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. March forward. മുന്നോട്ട് പോകുവിൻ. God is giving you a strong spirit tonight. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ഉറപ്പും ബലവുമുള്ള ഒരു ആത്മാവിനെ നൽകുന്നു. And He said, march forward and blow the trumpets around the city. യഹോവ പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോകുവിൻ, പട്ടണത്തെ ചുറ്റി നടക്കുവിൻ, കാഹളം ഊതുവിൻ. Let the priests blow the trumpets. പുരോഹിതന്മാർ കാഹളം ഊതട്ടെ. Yes, we are also going to blow the trumpets. അതെ, നമ്മളും കാഹളം ഊതുവാൻ പോകുകയാണ്. When we say blow the trumpets, കാഹളം ഊതുക എന്ന് നമ്മൾ പറയാറുണ്ട്. it means praising oneself. അതിന്റെ അർത്ഥം ഒരാൾ തന്നെ തന്നെ പുകഴ്ത്തുന്നു എന്നതാണ്. But we are going to blow the trumpet for the Lord. എന്നാൽ ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടിയാണ് കാഹളം ഊതുവാൻ പോകുന്നത്. And praise Jesus. കൂടാതെ യേശുവിനെ സ്തുതിക്കുവിൻ. In the midst of your battle, നിങ്ങളുടെ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ praise Jesus, saying you are great Lord. യേശുവേ, അങ്ങ് വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്തുതിക്കുവിൻ. You are mighty Lord. കർത്താവേ, അങ്ങ് വല്ലഭത്വമുള്ള And ദൈവമാണ്. you have done this for me already. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. I remember, Lord, what the great things you have done for me. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഞാൻ ഓർക്കുന്നു. Surely you will deliver me again. കർത്താവേ, തീർച്ചയായും വീണ്ടും അങ്ങ് എന്നെ വിടുവിക്കും. When we have battles in our family, ഞങ്ങളുടെ കുടുംബത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ one of us will rise up and say, don't forget that the Lord did this for us last time. ഞങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയും, കർത്താവ് കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി ഇത് ചെയ്തത് നമ്മൾ മറക്കരുത്. He amazingly gave us this victory. കർത്താവ് വിസ്മരണീയമായ രീതിയിൽ നമുക്ക് ഈ വിജയം നൽകി. Will He not give it for us this time also? ഇത്തവണയും കർത്താവ് നമുക്ക് വിജയം നൽകാതിരിക്കുമോ? God uses each other to strengthen the family. കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും ബലപ്പെടുത്തുവാൻ കർത്താവ് കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കുന്നു. And we all say, yes, the Lord has done it for us. Surely He will deliver us this time also. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറയും, അതെ, കർത്താവ് നമുക്ക് വേണ്ടി അപ്രകാരം ചെയ്തു, ഇത്തവണയും കർത്താവ് നമ്മെ വിടുവിക്കും. Blow your trumpets to the Lord. കർത്താവിന് വേണ്ടി നിങ്ങൾ കാഹളം ഊതുവിൻ. Sing His praises. കർത്താവിന്റെ സ്തുതികൾ പാടുവിൻ. Sing His greatness. കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് പാടുവിൻ. And all your fears will go. അപ്പോൾ സകല ഭയവും നിങ്ങളെ വിട്ടു പോകും. As you proclaim the greatness of your God. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ. And He said, Joshua, let the people shout a loud shout. യഹോവ പറഞ്ഞു, യോശുവ, ജനങ്ങൾ ഉച്ചത്തിൽ ആർപ്പിടട്ടെ. Yes, this loud shout is the rejoicing spirit. അതെ, ആനന്ദിക്കുന്ന ആത്മാവാണ് ഉച്ചത്തിൽ ആർപ്പിടുന്നത്. How can we shout a loud shout when we are facing a great battle? നമ്മൾ വലിയൊരു യുദ്ധം നേരിടുന്ന സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ ഉച്ചത്തിൽ ആർപ്പിടാനാകും? Our heart won't be able to shout anything. നമ്മുടെ ഹൃദയത്തിന് ഉച്ചത്തിൽ ആർപ്പിട്ടുകൊണ്ട് ഒന്നും പറയാനാവില്ല. Our heart will only shout crying and in fear. നമ്മുടെ ഹൃദയം പേടിച്ച് വിറച്ച് ആർപ്പിട്ടുകൊണ്ട് നിലവിളിക്കും. But my friend, എന്നാൽ സ്നേഹിതന്മാരെ, thank God for the Holy Spirit. പരിശുദ്ധാത്മാവിനായി കർത്താവിന് സ്തോത്രം. He helps us when we are most നമ്മൾ weak. അത്യധികം ബലഹീനരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ And സഹായിക്കുന്നു. He rises up within our heart, ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നു, strengthening our heart. നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തിക്കൊണ്ട്. As we praise Jesus, He rises up. നമ്മൾ യേശുവിനെ സ്തുതിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. And He brings the joy of the Lord. ആത്മാവ് യഹോവയെങ്കിലെ സന്തോഷം നമ്മിലേക്ക് And with കൊണ്ടുവരുന്നു. His help, we are able to give a loud shout of victory. അവന്റെ സഹായത്തോടെ വിജയത്തിന്റെ ആർപ്പ് വിളികൾ ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. Not talking about defeat anymore, but we shout the shout of victory. ഇനി പരാജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല,
നമ്മൾ വിജയത്തിന്റെ ആർപ്പുവിളികൾ ഉയർത്തും. Praise the Lord. ദൈവത്തിന് സ്തുതി. And it says when they were walking അവിടെ എങ്ങനെ കാണുന്നു, അവർ ചുറ്റി നടക്കുമ്പോൾ and blowing the trumpets, കാഹളം ഊതിക്കൊണ്ടിരിക്കുമ്പോൾ an armed guard was walking in the front and in the rear. ആയുധപാണികൾ അവർക്ക് മുൻപിലും പിന്നിലും നടന്നുകൊണ്ടിരുന്നു. As you're walking in the midst of your battles, praising the Lord, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ പോരാട്ടത്തിന് മധ്യത്തിൽ നടക്കുമ്പോൾ you will have the Lord himself to guard you at the front and guard you at the rear. മുൻപിലും പിൻപിലുമായി നിങ്ങളെ സംരക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. As his people walk praising him, ഈ ജനങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ the Lord goes before them. കർത്താവ് അവർക്ക് മുൻപായി നടക്കുന്നു. You come under the mighty protection of the Lord Jesus. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സംരക്ഷണത്തിന് കീഴിലാകുന്നു. No man can touch you. ഒരു മനുഷ്യനും നിങ്ങളെ തൊടുവാൻ കഴിയില്ല. No devil's plans can devour you. പിശാചിന്റെ കുതന്ത്രങ്ങൾക്കൊന്നും നിങ്ങളെ വിഴുങ്ങുവാൻ No കഴിയില്ല. death can swallow you. ഒരു മരണത്തിനും നിങ്ങളെ വിഴുങ്ങാനാവില്ല. Isn't it the King of Kings who will protect you? രാജാതി രാജാവായ കർത്താവല്ലേ നിങ്ങളെ So സംരക്ഷിക്കുന്നത്. be bold and praise him, my friends. ആകയാൽ സ്നേഹിതന്മാരെ, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ദൈവത്തെ And സ്തുതിക്കുവിൻ. with joy in your heart through the Holy Spirit, give him a loud shout. പരിശുദ്ധാത്മാവിലൂടെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. Even now shall we shout the name of Jesus. ഇപ്പോഴും നമുക്ക് ഉച്ചത്തിൽ യേശുവിന്റെ നാമം വിളിച്ചു പറയാം. Yeshu. യേശു, Jesus. ജീസസ്. Thank you, Lord. കർത്താവേ, നന്ദി. You are mighty. അങ്ങ് ബലവാനാകുന്നു. You have risen up in our life. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. The Lord is working miracles right now. കർത്താവ് ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. Don't be afraid, my friends. സ്നേഹിതന്മാരെ, നിങ്ങൾ ഭയപ്പെടരുത്. He is your front and he is your rear guard. കർത്താവ് നിങ്ങളുടെ മുന്നിലും പിന്നിലുമുണ്ട്. And as the Israelites gave a loud shout of praise with all the joy of the Lord, കർത്താവിന്റെ സർവ്വ സന്തോഷത്താലും നിറഞ്ഞ് ഇസ്രായേൽ മക്കൾ ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ the walls of Jericho came crumbling down. എരിഹോ പട്ടണത്തിന്റെ മതിലുകൾ തകർന്നു വീണു. And the city was delivered completely into the hands of God's people. ആ പട്ടണം സമ്പൂർണമായി ദൈവജനത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. Your battle will be delivered completely into your hand. നിങ്ങളുടെ യുദ്ധം നിങ്ങളുടെ കൈകളിൽ സമ്പൂർണമായി ഏൽപ്പിക്കപ്പെടും. Stand still and see this deliverance and this victory God is giving you. മിണ്ടാതിരുന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിജയം, വിടുതൽ കണ്ടുകൊള്ളുവിൻ. Just rejoice in him. നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. Just rejoice in him. നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. When problems come in great floods, in a great wind, praise him more, my friend. വെള്ളപ്പൊക്കം പോലെ, കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായി കർത്താവിനെ സ്തുതിക്കുവിൻ. We will only say Jesus. നമ്മൾ യേശു എന്ന് മാത്രം വിളിച്ചു പറയും. We will only proclaim his greatness. നമ്മൾ യേശുവിന്റെ മഹത്വം മാത്രം പ്രസ്താവിക്കും. And the Lord will rise up അപ്പോൾ കർത്താവ് എഴുന്നേൽക്കും, to fight for us നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, and give us the complete victory. നമുക്ക് സമ്പൂർണമായ വിജയം നൽകും. He is doing it for you right now as you believe. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നു. Just thank him, my friends. സ്നേഹിതന്മാരെ, നിങ്ങൾ കർത്താവിനോട് നന്ദി പറയുവിൻ. The battles try to bring fear, try to bring pain. പോരാട്ടങ്ങൾ വേദനയും ഭയവും സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. They try to bring hopelessness. അവ പ്രത്യാശയില്ലായ്മ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. But God makes you rejoice. എന്നാൽ ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. And he raises you up to be more than a conqueror. പൂർണ്ണജയം പ്രാപിച്ചവരായി തീരുന്നതിനെ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. Let's receive this great transformation tonight. നമുക്ക് ഇന്ന് രാത്രി ഈ മഹത്തായ രൂപാന്തരം പ്രാപിക്കാം. As the Lord promises a rejoicing spirit. കർത്താവ് ആനന്ദിക്കുന്ന ഒരു ആത്മാവിനെ നമുക്ക് നൽകാമെന്ന് ഇന്ന് വാഗ്ദത്തം How ചെയ്യുമ്പോൾ many of you want to receive it tonight? നിങ്ങളിൽ എത്ര പേർ അത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? Will you stand up wherever you are and cry to Jesus? നിങ്ങൾ
എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് His നിലവിളിക്കുമോ? mighty presence is here right now. യേശുവിന്റെ അതിശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ. Everyone who opens their mouth shall be filled. ആരെല്ലാം വായ് തുറന്നിരിക്കുന്നുവോ അവരുടെ വായെ കർത്താവ് The നിറയ്ക്കും. Holy Spirit is here to love you നിങ്ങളെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. and show you the joy of heaven. നിങ്ങൾക്ക് സ്വർഗീയ സന്തോഷം കാണിച്ചു തരുവാനും. Ask. യാചിപ്പിൻ. Ask in the name of the Lord. കർത്താവിന്റെ നാമത്തിൽ യാചിപ്പിൻ. Ask your loving Father. സ്നേഹവാനായ പിതാവിനോട് യാചിപ്പിൻ. Your addictions are falling, my friend. നിങ്ങളുടെ ദുശീലങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നു. Your smoking is leaving you. പുകവലിക്കുന്ന സ്വഭാവം നിങ്ങളെ വിട്ട് പോകുന്നു. Your bad habits are leaving you. ദുശീലങ്ങൾ നിങ്ങളെ വിട്ട് അകന്നു പോകുന്നു. Your sexual addictions are leaving you. ജഡികമായ ദുർമോഹങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നു. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise Jesus. യേശുവിനെ സ്തുതിക്കുവിൻ. Tell Him you are great, Lord. യേശുവേ അങ്ങ് വലിയവനാണെന്ന് പറയുവിൻ. Tell your addictions Jesus is great. യേശു വലിയവനാണെന്ന് നിങ്ങളുടെ ആസക്തികളോട് പറയുവിൻ. I love Jesus. യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. I choose you, Lord. യേശുവേ ഞാൻ അങ്ങയെ തിരഞ്ഞെടുക്കുന്നു. God is honoring you right now. ഇപ്പോൾ കർത്താവ് നിങ്ങളെ മാനിക്കുകയാണ്. Filling your heart. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് നിറയ്ക്കുന്നു. Incomparable joy. അവർണ്ണനീയമായ സന്തോഷത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. Yes, tonight a rejoicing spirit is burning in Gorakhpur. അതെ, ഇന്ന് ആനന്ദിക്കുന്ന ആത്മാവ് ഗോരഖ്പൂരിൽ കത്തി ജ്വലിക്കുന്നു. Rejoice in the Lord, God's people. ദൈവജനമേ കർത്താവിൽ സന്തോഷിപ്പിൻ. And again I say rejoice. പിന്നെയും ഞാൻ പറയുന്നു കർത്താവിൽ സന്തോഷിപ്പിൻ. Again I say rejoice. പിന്നെയും ഞാൻ പറയുന്നു കർത്താവിൽ സന്തോഷിപ്പിൻ. Fill them, Holy Spirit. പരിശുദ്ധാത്മാവേ അവരെ നിറയ്ക്കണമേ. Fill them, Lord. കർത്താവേ അവരെ നിറയ്ക്കണമേ. Uncontrollable joy. അടക്കാനാവാത്ത സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. Uncontrollable joy. നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. Fill your children, Lord. കർത്താവേ അങ്ങയുടെ ജനത്തെ അങ്ങ് നിറയ്ക്കണമേ. We are lost in your love. ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നു. We have no words to speak. ഞങ്ങൾക്ക് സംസാരിക്കുവാൻ ഒരു വാക്ക് പോലുമില്ല. We are filled with your joy. ഞങ്ങൾ അങ്ങയുടെ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. God's miracles are upon you. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേലുണ്ട്. His healing power is moving through your bodies. ദൈവത്തിന്റെ സൗഖ്യദായക ശക്തി നിങ്ങളുടെ ശരീരത്തിലൂടെ പാഞ്ഞു ചെല്ലുന്നു. Yes, be free, my friend. അതെ സ്നേഹിതന്മാരെ, നിങ്ങൾ വിടുതൽ പ്രാപിക്കുവിൻ. God is laying his nail-pierced hands upon you. ദൈവം തന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നിങ്ങളുടെ മേൽ വെക്കുന്നു. With all his love. തന്റെ സർവ്വ സ്നേഹത്തോടും കൂടി By his stripes. യേശുവിന്റെ അടിപ്പിണരുകളാൽ Be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക. Get up and walk in Jesus' name. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവിൻ. Breathe normally in Jesus' name. യേശുവിന്റെ നാമത്തിൽ സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുവിൻ. Every fit stop. സകല ഫിറ്റ്സും നിന്നു പോകട്ടെ. Every asthma stop in Jesus' സകല ആസ്മ രോഗവും നിന്നു പോകട്ടെ. Yes, let every womb come to life. അതെ, സകല ഗർഭാശയങ്ങളും ജീവൻ പ്രാപിക്കട്ടെ. Even though it's medically impossible, come to life in Jesus' name. വൈദ്യശാസ്ത്രപരമായി അത് അസാധ്യമാണെങ്കിലും ഗർഭപാത്രങ്ങളെ നിങ്ങൾ ജീവനിലേക്ക് വരുവിൻ. Let a child be born ഒരു കുഞ്ഞ് ജനിക്കട്ടെ. and bring joy to this home. ഈ ഭവനത്തിന് സന്തോഷം നൽകട്ടെ. Thank you, Father, പിതാവേ നന്ദി. for the kidneys coming to life. വൃക്കകൾ ജീവൻ പ്രാപിക്കുന്നതിന് നന്ദി. Heal, Lord. കർത്താവേ സൗഖ്യം നൽകണം. Cancer is leaving. ക്യാൻസർ രോഗം വിട്ടുപോകുന്നു. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. The tumors are drying up into nothing. ട്യൂമർ ഒന്നുമല്ലാതായി തീരുന്നു. God is working miracles in your body. ദൈവം നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ The പ്രവർത്തിക്കുന്നു. devils are fleeing away from you. പിശാചുക്കൾ നിങ്ങളിൽ നിന്ന് ഓടി അകലുന്നു. Joy, joy, joy is coming. സന്തോഷം, സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു. I give their hearts to you, Lord. അവരുടെ ഹൃദയങ്ങളെ ഞാൻ അങ്ങേക്ക് നൽകുന്നു. To your joy. അങ്ങയുടെ സന്തോഷത്തിന് നൽകുന്നു. Fill them, Lord. അവരെ നിറയ്ക്കണമേ. Wash them with your blood. അങ്ങയുടെ രക്തത്താൽ അവരെ കഴുകി വെടിപ്പാക്കണമേ. Make them your loving children. അവരെ അങ്ങയുടെ സ്നേഹമുള്ള മക്കളാക്കി മാറ്റണമേ. Love them, Father. പിതാവേ അവരെ സ്നേഹിക്കണമേ. Let them operate with a new grace. അവർ പുതിയ കൃപയോടുകൂടി പ്രവർത്തിക്കട്ടെ. With your power. അങ്ങയുടെ ശക്തി To be പ്രാപിച്ചുകൊണ്ട് a blessing to this world. ഈ ലോകത്തിന് ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ട് Again, വീണ്ടും I say, ഞാൻ പറയുന്നു, rejoice. സന്തോഷിപ്പിൻ. Thank you, Lord.
കർത്താവേ നന്ദി. We praise you, Father. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.